ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. ഇത് 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 3-ാം തിരുവചനം. സ്നേഹമൊഴികെ ബാക്കിയെല്ലാം മാർക്കറ്റിൽ സുലഭമാണ്. സ്നേഹം നഷ്ടപ്പെടുമ്പോൾ, കരുണ നിലനിൽക്കാതാവുമ്പോൾ, നീതി കൺവെട്ടത്തു നിന്ന് മറയുമ്പോൾ മാതാവിലേക്ക് മടങ്ങണമെന്ന് മദർ തെരേസ മാനവരോട് ആവശ്യപ്പെടുന്നു. അവളിൽ നിറയെ സ്നേഹമായിരുന്നു. സ്നേഹത്തിൻ്റെ ചിരാതുകളാണ് അവളുടെ ഹൃദയത്തിൽ നിറയെ. അവളെ അടുത്തറിയുന്നവർ സ്നേഹത്തിൻ്റെ നക്ഷത്ര പൊട്ടുകളായി മാറും. നമുക്കും സ്നേഹിക്കാൻ പഠിക്കാം. സ്നേഹിക്കാൻ അമ്മേ സഹായിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം നേടുന്നതിനേക്കാൾ മറ്റുള്ളവർക്ക് സ്നേഹം നൽകുന്ന മനസ്സ് മാതാവിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കടം വാങ്ങാം. പരിശുദ്ധ അമ്മയെ ഏറ്റെടുത്ത യോഹന്നാൻ പിന്നെ എഴുതുന്നതും പാടുന്നതും പറയുന്നതുമെല്ലാം സ്നേഹത്തെക്കുറിച്ച് മാത്രമാണ്. ദൈവത്തെ പോലും പിന്നീട് അവനെ സ്നേഹമായാണ് അനുഭവപ്പെടുന്നത്. ഗോഡ് ഈസ് ലവ് എന്നാണ് അദ്ദേഹം ദൈവത്തിന് നൽകുന്ന നിർവചനമെന്ന് മറക്കണ്ട. നമുക്കും സ്നേഹത്തിൻ്റെ അഞ്ജനം വാങ്ങാം. മിഴികളിൽ സ്നേഹത്തിൻ്റെ ഉത്സവ കാഴ്ചകൾ പിറവിയെടുക്കട്ടെ. വചനം പറഞ്ഞു തന്നത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ.